പേരാണ് ആസ്ട്രോടോക്ക്. നമ്മൾ ഇതിനു മുൻപ് തന്നെ ഈ ഉടായ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ പറയണം തന്നെ. ഇന്ത്യയിലുടനീളം വളരെ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനെ തൊട്ട് വലിയ താരങ്ങളെ, സിനിമാ നടന്മാരെ വരെ വെച്ച് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത്രയും ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. ആഡ് ഫിലിം ഷൂട്ടാന്നേ പറഞ്ഞിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫേക്ക് ടെസ്റ്റിമോണിയൽ ആഡ്സ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. I can't do this, sir. I'm sorry. ഞാൻ പറഞ്ഞല്ലോ സർ, I can't do fake testimonials. നമുക്കറിയാലോ. Meanwhile, ആസ്ട്രോടോക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും നിനക്ക് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് അല്ലേ റിവീൽ ആയത്. ശരി, അങ്ങനെയാണല്ലേ? വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. അതുപോലെ നിന്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അവര് നീ ചിന്തിക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് പറയും. ഇനി നീ പറഞ്ഞു ഇവര് കന്യാമറിയത്തെക്കാൾ പരിശുദ്ധിയാണെന്ന് പറയും. സത്യം വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. മലയാളത്തോട്ട് വരുവാണെങ്കിൽ അപർണ ബാലമുരളി ചെയ്യുന്നുണ്ട്. ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. ഒരുപാട് സെലിബ്രിറ്റീസിനെ കൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത്രയും പൈസ ഇറക്കിയിട്ടുള്ള കളിയാണ്. ബെസ്റ്റസ്റ്റ് മാർക്കറ്റ് ഇന്ത്യയാണ്. അത് മനസ്സിലാക്കി ഏവൻ ഒരു ആസ്ട്രോളജിയുടെ പാരമ്പര്യം ഇല്ലാത്ത ഒരുത്തൻ ഉണ്ടാക്കിയ ഒരു ആപ്പാണിത്. ഇന്ത്യക്കാരെ പറ്റിക്കാതിനേക്കാളും നല്ലൊരു മാർഗം വേറെ ഇല്ല. ഇവർ ഒരു ദിവസം ഈ ഒരു ആപ്പ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കോടി രൂപയോളമാണ് ചെലവാക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാരില്ല, അത് മുതലെടുക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം സാധാരണക്കാരാണ്. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ മേടിച്ചോണ്ട് വന്നിട്ട് കൊണക്കുന്ന ടീംസ് ആണ് ഇതൊക്കെ. അഭിനയിച്ച് കാണിക്കുന്നു തന്റെ ജീവിതത്തിൽ നടന്ന പറഞ്ഞിട്ട്. ഉളുപ്പുണ്ടോ ഇവരൊക്കെ? ഉളുപ്പ്, നാണോ മാനോ ഇല്ലാത്തവര്. വിചാരിച്ച പോലെ അല്ല നീ, അതൊക്കെ മേലെ മേലെ.